നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങം 1 മുതൽ ഒരു വർഷത്തേക്കുള്ള മകയിരം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളാണ്. 1200 ആണ്ട് ചിങ്ങം 1 എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റ് 17 മുതൽ ഉള്ള ഫലങ്ങളാണ്. ചിങ്ങമാസത്തിലേക്ക് കടക്കുമ്പോൾ കർമ്മരംഗത്തൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ സമയം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പിതാവിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. വാഹനങ്ങളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ചിങ്ങം അവസാനമാകുമ്പോഴേക്കും മനസ്സിനെ അലോരസപ്പെടുത്തുന്ന ചില വിഷയങ്ങളൊക്കെ വന്നു ചേരും. ശത്രുവർദ്ധനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തില് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. 1, 2, 5, 6, 7, 12, 16, 17 തീയതികള് വളരെ ശുഭകരമാണ്. ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാള മാസ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ്. കന്നിമാസത്തിലേക്ക് വരുമ്പോൾ പല സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് പ്രാർത്ഥന കൈവെടിയാതെ സൂക്ഷിക്കണം. മാതാവിൽ നിന്നൊക്കെ ചിലപ്പോൾ അപ്രിയ വാക്കുകളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അത് എന്തെങ്കിലും ചെറിയ കാരണത്തിൽ അത് തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈശ്വരാധീനം കുറയുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ സമയത്ത് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല ഉചിതമായ മാർഗം. സർവീസിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള വിഷമഘട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ കണ്ടുവരുന്നത് കുറെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചില കാരണങ്ങൾ നിമിത്തം അതിനൊരു കാലതാമസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ട പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ സമയങ്ങളിൽ 12, 15, 19 തീയതികൾ വളരെ ഉചിതമാണ്. തുലാമാസത്തിലേക്ക് വരുമ്പോൾ സമയം ഇച്ചിരി മെച്ചപ്പെടുന്നുണ്ട്. മുമ്പ് മുഴുവിപ്പിക്കാൻ പറ്റാത്ത വീട്ടിലെ പ്രവർത്തികളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ മുഖേന ഉയർച്ചയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശത്തുള്ളവരിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 6, 8, 13, 15, 21, 25 തീയതികള് വളരെ ഗുണകരമാണ്. വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാൻ പരിശ്രമിച്ച് അതിലൊക്കെ മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ സ്ത്രീജനങ്ങളൊക്കെ സ്വയം തൊഴിലിലേക്ക് ഇറങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. കുടുംബത്തില് സുഖവും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന അകൽച്ചയൊക്കെ മാറി ഒന്നുചേരുന്ന ഒരു സമയമാണിത്. വ്യാപാര അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്. വാഹനങ്ങളിൽ നിന്നും കെട്ടിട വാടകകളിൽ നിന്നും ഒക്കെ വരുമാനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗ്രഹനിർമ്മാണത്തിനുള്ള സമയവുമാണിത്. 5, 7, 10, 12, 15, 18, 21 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. ധനു മാസത്തിലേക്ക് കടക്കുമ്പോൾ തുടങ്ങിവെച്ച പ്രവൃത്തികളെല്ലാം വിജയകരമായിട്ട് മുഴുവിപ്പിക്കുന്ന ഒരു സമയമാണ്. ഭൂമി ഇടപാടുകളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പാർട്ട്ണർഷിപ്പ് കച്ചവടങ്ങളിൽ നിന്ന് ധാരാളം ആദായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗത്തിലൊക്കെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ധനുമാസത്തിന്റെ പകുതിക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. 16, 17, 18, 19, 24, 25, 28 തീയതികൾ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അന്ന് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. മകരമാസത്തിലേക്ക് കടക്കുമ്പോൾ ഭൂസ്വത്ത്, അതായത് കുടുംബത്തിന്റെ സ്വത്ത് അനുഭവയോഗ്യമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കേസിൽ കിടന്ന ഭൂമിയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഇച്ചിരി ധാരാളിത്തം കാണിക്കുന്നുണ്ട്. ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു മാനസികാവസ്ഥ വരുന്നുണ്ട്. ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ സൂക്ഷിക്കണം. കാരണം ധാരാളം പണം ഈ സമയങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധാരാളിത്തം കൂടുന്നുമുണ്ട്. പ്രധാന രേഖകളിലൊക്കെ ഒപ്പിടുമ്പോൾ സൂക്ഷിക്കണം. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കണം. അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത് നമ്മൾ വളരെ വിശ്വസിക്കുന്ന ആൾക്കാര്, വളരെ വിശ്വാസമുള്ള ആൾക്കാർ നമ്മളെ ചതിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. 1, 4, 8, 9, 12 തീയതികൾ വളരെ ശുഭകരമാണ്. കുംഭമാസത്തിലേക്ക്
കടക്കുമ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നമൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു സമയമാണ്. പരീക്ഷാദികളിലൊക്കെ വളരെ വിജയമുണ്ടാകുന്നുണ്ട്. ഇതിൽ കുറച്ചു പേർക്ക് കാണുന്നത് വിവാഹമോചനത്തിനായിട്ട് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ കാലമായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാതെ ഇരിക്കുന്നവർക്ക് അതിന് പരിഹാരം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുമൊക്കെ കൂടുതൽ ആദായം വരുന്നൊരു സമയമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുംഭമാസത്തില് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാതെ മാനഹാനിയൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക. ആത്മീയമായിട്ട് കൂടുതൽ ചിന്തകളിലേക്ക് പോകുന്നത് ഈ മാസം നല്ലതായിരിക്കും. 1, 3, 10, 12 തീയതികൾ വളരെ മെച്ചമാണ്. മീനമാസത്തിലേക്ക് വരുമ്പോൾ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഗൃഹോപകരണങ്ങള്, ആഭരണങ്ങള്, സുഖഭോഗ വസ്തുക്കള് എന്നിവ വാങ്ങാനായിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരീരസുഖത്തിനായിട്ടും നിങ്ങൾ ഒരുപാട് പണം ഈ സമയങ്ങളിൽ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു നിഗൂഢ ശക്തി ദുഷ്പ്രചരണം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിമിത്തം മാനഹാനി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങൾ പോലും നിങ്ങളുടെ ചുമലിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മീനമാസത്തില്. 14, 15, 18 തീയതികള് വളരെ ശുഭകരമാണ്. മേടമാസത്തിലേക്ക് വരുമ്പോൾ മക്കളുടെ വിവാഹവും വിദ്യാഭ്യാസവും ഒക്കെ സംബന്ധിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് കുറച്ചൊക്കെ അഭിവൃദ്ധി വീണ്ടും വരുന്നുണ്ട്. വിദേശ യാത്രകളൊക്കെ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അധ്യാപകർക്ക് അത്ര മെച്ചമുള്ള ഒരു സമയമല്ല. അധിക ചെലവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് പ്രധാന രേഖകൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഈ മേടമാസത്തില് നേത്ര രോഗങ്ങളൊക്കെ പിടിപെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 4, 7, 12, 14 തീയതികൾ സൂചകമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇടവമാസത്തിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ കുട്ടികൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. വ്യാപാര രംഗത്ത് ശത്രുക്കള് വർദ്ധിക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. മെഡിക്കൽ സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പണവും ശ്രേയസ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഉദ്യോഗത്തില് പ്രമോഷനൊക്കെ സാധ്യതയുണ്ട്. ടെസ്റ്റുകളൊക്കെ പാസ്സാകാനുള്ള ഒരു സമയമാണ്. സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു സമയമാണിത്. സദ്യകളിലും സൽക്കാരങ്ങളിലും ഒക്കെ പങ്കുകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. 1, 3, 4, 13, 17, 19, 23 തീയതികൾ വളരെ ഗുണമുള്ളതാണ്. എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പുതിയ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തീയതികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. മിഥുനമാസത്തിലേക്ക് വരുമ്പോൾ ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാനും അവരിൽ നിന്നും സഹായം ലഭിക്കുവാനും ഒക്കെ ഇടവരും. ഭൂമിയിൽ നിന്നുള്ള ആദായമൊക്കെ കുറച്ച് കുറയുന്ന ഒരു സമയമാണ് മിഥുനമാസം. നിങ്ങൾക്കെതിരെ നിഗൂഢമായ ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ശത്രുക്കളുടെ ആക്രമണം, ഒളിഞ്ഞിരുന്നുള്ള ആക്രമണം, ആരാണ് ശത്രു എന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഉയർന്ന വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. മതപരമായ അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയം കൂടിയാണിത്. 6, 7, 8, 9, 14, 15 തീയതികളൊക്കെ മേന്മ നിറഞ്ഞ ദിവസങ്ങളാണ്. കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി എല്ലാവരും സ്വരച്ചേർച്ചയിലാവുന്ന ഒരു സമയമാണ്. കുടുംബ സ്വത്ത് സംബന്ധിച്ച് തർക്കവും വിഷയങ്ങളും ഒക്കെ നടന്നിരുന്നുവെങ്കിലും ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം. കൃഷിയിൽ നിന്നും വാടക ഇനത്തിലുമൊക്കെ അധിക വരുമാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ലോട്ടറി പോലുള്ള സമ്മാന ഭാഗ്യക്കുറികളൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിയിൽ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അതെല്ലാം മാറിപ്പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെ വേണം ചെയ്യാൻ. നിങ്ങൾക്ക് ഞാൻ മുമ്പും പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഒരു നിഗൂഢമായ ഒരു ശക്തി നിങ്ങളുടെ പുറകിൽ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പ്രാർത്ഥന, ഈശ്വര വിശ്വാസം, ഇതെല്ലാം മതി. 16, 17, 18, 25 തീയതികൾ വളരെ നല്ലതാണ്. മകയിരം നക്ഷത്രത്തിന് ചിത്തിര നക്ഷത്രവും അവിട്ടം നക്ഷത്രവും വേദമാണ്. വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ വിഷ്ണു ഭജനവും അയ്യപ്പ ഭജനവും നടത്തുന്നതും വളരെ നന്നായിരിക്കും. ശനിയാഴ്ച ദിവസം ഉപവാസം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഭക്തിയോടുകൂടി വേണം ഉപവാസം ചെയ്യുകയാണെങ്കിൽ ചെയ്യാന്. ഇത്രയുമാണ് മകയിരം നക്ഷത്രക്കാരുടെ 1200-ാം ആണ്ട് ഫലം. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.